قال الله عز وجل: محمد سيد الكونين والثقلين والفريقين من عرب ومن عجم، نبينا الآمر الناهي فلا أحد أبر في قول لا منه ولا نعمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم، حبيبك خير أمة سيدنا ومولانا محمد. സ്നേഹാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാരെ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഈ മഹത്തായ മജ്‌ലിസിന്റെ സ്ഥിര ശ്രോതാക്കളായി ഇതിന്റെ ഭാഗമാകുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹലായ ഫദ്ല് കൊണ്ട് നമ്മളുടെ ഈ മജ്‌ലിസ് അവൻ പൊരുത്തപ്പെടുന്ന വലിയൊരു അമലായി നമ്മിൽ നിന്നും കബൂലാക്കി തരുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട്. വിശിഷ്യ ഇൽമു പറഞ്ഞു തന്ന ഉസ്താദുമാർ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബക്കാർ. അല്ലാഹു തആല ഈ മജ്‌ലിസിന്റെ സവാബ് അവരുടെ എല്ലാം ഹളറാത്തുകളിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. വിശിഷ്യ മഹാനായ ഖുത്ബുൽ ആലം റഈസുസ് സാഹിദീൻ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് മഹാനവറുകളുടെ ഹളറത്തിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുകയും അവരുടെ എല്ലാം നോട്ടവും സഹായവും പൊരുത്തവും ലഭിക്കുന്ന നല്ലൊരു മജ്‌ലിസായി അല്ലാഹു ഈ മജ്‌ലിസിനെയും ഈ മജ്‌ലിസിന്റെ ഭാഗമാകുന്നവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധാരാളം വരുന്ന പേരുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നാമമാകുന്ന മുഹമ്മദുൻ റസൂലുള്ളാഹി, ആ ശ്രേഷ്ഠമായ നാമത്തിന്റെ പോരിശകളും അതിന്റെ ഫളിലുകളും ആ പേരുമായി ബന്ധപ്പെട്ട് മഹാന്മാരായ അഇമ്മത്തുകൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ വിശാലമായ ചില വിഷയങ്ങളെയുമാണ് ചെറിയ രീതിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രതിപാദിച്ചിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമത്തിൽ നിന്ന് കീറിയെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ പേരാണല്ലോ മുഹമ്മദുൻ റസൂലുള്ളാഹി എന്നുള്ള പേര്. അതാണ് മഹാന്മാര് പറഞ്ഞത്, വശഖാലഹു മിൻ ഇസ്മിഹി ലിയുജില്ലഹു ഫദുൽ അർശി മഹ്മൂദുൻ വഹദാ മുഹമ്മദു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്മൂദാണ്, എന്നാൽ അവന്റെ പ്രവാചകരാകുന്ന സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മുഹമ്മദാണ് എന്ന് അല്ലാഹു തആല ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നാമം നൽകുകയാണ്. മാത്രവുമല്ല, ആ മുഹമ്മദ് എന്ന അറബി ഭാഷയിൽ എഴുതുമ്പോൾ ആ എഴുത്ത് തന്നെ അല്ലാഹു തആല മനുഷ്യ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട അവയവങ്ങളെ സൂചിപ്പിക്കുന്ന രൂപത്തിലാണ് ആ എഴുത്തിനെ തന്നെ വെച്ചത് എന്നും നമ്മൾ ഇന്നലെ പരാമർശിച്ചു.
അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ മറ്റൊരു നാമമാകുന്ന അഹ്മദ്, അഥവാ വേദഗ്രന്ഥങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ നാമങ്ങളെ രണ്ട് രൂപത്തിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. തൗറാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് മുഹമ്മദ് എന്ന് പരിചയപ്പെടുത്തുമ്പോൾ ഇഞ്ചീലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് അഹ്മദ് എന്നാണ് പരിചയപ്പെടുത്തുന്നത്. ആ അഹ്മദ് എന്ന പേര് അറബി ഭാഷയിൽ അതിനെ എഴുതുമ്പോൾ അത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കർമ്മമാകുന്ന നിസ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വിഷയത്തെയും നമ്മൾ ചെറിയ നിലയ്ക്ക് ഇന്നലെ പ്രതിപാദിച്ചതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ പേര് കൊണ്ട് ഉണ്ടാകുന്ന ചില എഫക്റ്റുകൾ, ചില പ്രതിഫലനങ്ങൾ ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിലുള്ള കുട്ടിയിൽ വരെ ആ പേര് കൊണ്ട് വലിയ പ്രതിഫലനം ഉണ്ടാവുകയും ആ പേര് കാരണമായിട്ട് വലിയ മാറ്റങ്ങൾ നടക്കുകയും ആ പേര് കൊണ്ട് വലിയ ചില പ്രതിഭാസങ്ങൾ വരെ സൃഷ്ടിക്കാൻ കഴിയുകയും ചെയ്യുന്നു എന്നതെല്ലാം ചെറിയ രൂപത്തിൽ നമ്മൾ പരാമർശിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുയായികൾ അല്ലെങ്കിൽ അവനെ വഴിപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ആളുകൾ, ആ ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഏറ്റവും സുഖലോലുപതയോടെ കഴിയാൻ പറ്റുന്ന, താമസിക്കാൻ പറ്റുന്ന ഗേഹമായി വെച്ചതാണ് സ്വർഗം എന്നുള്ളത്. എന്നാൽ ആ സ്വർഗത്തിലേക്ക് ചെന്നാൽ എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്നത് ഒരു സൃഷ്ടിയുടെ പേര് നമ്മൾക്ക് കാണാൻ കഴിയുകയാണ്. അതാരുടെ പേരാണെന്നറിയുമോ? മഹാനായ ഇബ്നു അസാക്കിർ എന്നിവർ ഉദ്ധരിക്കുന്നത് കാണാം. ലൈലത്തുൽ ഉസ്രിയ ബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തിരുനാവിലൂടെ തന്നെ ഈ സമൂഹത്തിനെ പഠിപ്പിക്കുകയാണ്. എന്നെ ഇസ്റാ നടത്തിയ രാത്രിയിൽ, എനിക്ക് ആകാശാരോഹണം നടത്താൻ അല്ലാഹു തആല അവസരം തന്ന രാത്രിയിൽ, റഅയ്തു അലൽ അർശി, അർശ് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ വലിയ സിംഹാസനമുണ്ടല്ലോ, അല്ലാഹുവിന്റെ വലിയ സൃഷ്ടിയുണ്ടല്ലോ, ആ സൃഷ്ടിയുടെ മുകളിൽ ഞാൻ കാണുകയാണ് മക്തൂബൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ്. ആ അർശിന്റെ മുകളിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് എന്ന നാമം എഴുതി വെക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, ആ മുഹമ്മദ് എന്ന നാമത്തിനോടുകൂടെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പേരും എഴുതുകയാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ പേരും അർശിന്റെ മുകളിൽ കാണുകയാണ്. അതുപോലെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പുത്രിമാരെ വേളി കഴിക്കാൻ അല്ലാഹു തആല അവസരം നൽകിയ പുതുമാരനായ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ദുന്നൂറൈനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ പേരോ അർശിന്റെ മുകളിൽ കാണുന്നു. അല്ലാഹുവിന്റെ പേരിന്റെ കൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് എഴുതി വെക്കാനുള്ള കാരണം അല്ലാഹുവിന്റെ ഹബീബാണല്ലോ. ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു. അതേ, എല്ലാ ആളുകളും മാറി നിൽക്കുമ്പോ, എല്ലാ പ്രവാചകന്മാരും അശക്തരായിക്കൊള്ള മാറി നിൽക്കുമ്പോ, അവിടെ നമുക്ക് ശഫാഅത്ത് ചെയ്യാൻ വരുന്ന നേതാവാണ് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബാണ്.
ഹബീബിന്റെ പേര് മെഹബൂബ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ പേര് വന്നതോ അതിലെ ഏക കാരണം മഹബ്ബത്തു റസൂലില്ലാഹ്, മഹബ്ബത്തു ഹബീബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ വലിയ ഇഷ്ക് കൊണ്ട് നേടിയ സ്ഥാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവർക്ക്, റസൂലുള്ളാഹിനെ ഇഷ്ക് വെക്കുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖൽബിന്റെ ഉള്ളിൽ വലിയ മഹബ്ബത്ത് വെക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല വലിയ സ്ഥാനം നൽകുകയാണ്. സഹോദരന്മാരെ, ഹബീബായ തങ്ങളുടെ തല വെട്ടിയെടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ട ഉമറുൽ ഫാറൂഖ് അവസാനം റസൂലുള്ളാഹിനോട് അതിയായ മഹബ്ബത്ത് വെക്കുന്ന കാരണം ആ ലോകത്തിലെ നേതാവ് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ ആ വാർത്ത സഹിക്കാൻ കഴിയുന്നില്ല, ആ വാർത്ത അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഒരു വേള റസൂലുള്ളാഹിന്റെ തല വെട്ടാൻ വേണ്ടി വന്ന ഉമറാണ്. എന്നാൽ അതേ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ റസൂലുള്ളാഹി തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നു എന്ന് കേട്ടപ്പോൾ ആ മദീനയിലൂടെ അതാ അവിടുന്ന് സകല നിയന്ത്രണങ്ങളും തെറ്റിയിട്ട് ഊരിപ്പിടിച്ച വാളുമായിട്ട് മദീനയുടെ തെരുവോരങ്ങളിലൂടെ നടന്നിട്ട് പറയാണ്, എന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അവിടുന്നെങ്ങാനും ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു എന്നോ ഏതെങ്കിലും ഒരാൾ പറഞ്ഞ അവന്റെ തല ഞാൻ ഈ വാളുകൊണ്ട് വെട്ടിയെടുക്കുന്നതാ. നോക്കൂ സഹോദരന്മാരെ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതിയായ ഇഷ്ക് വെച്ച മഹാനാണല്ലോ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഫാറൂഖ് എന്ന പേര് വരാനുള്ള കാരണം തന്നെ മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ പറയുന്നത് കാണാം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് ഫാറൂഖ് എന്ന രൂപത്തിലുള്ള ഒരു അപരനാമം, ഒരു സ്ഥാനപ്പേര് ലഭിക്കാൻ അതിനുള്ള കാരണം സുബ്ഹാനല്ലാഹ് ഹദീസിന്റെ കിതാബുകളിൽ ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് ആ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ അത് ഉദ്ധരിച്ചത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ തൊട്ടാണല്ലോ. അവിടെ പറയുന്നത് കാണാം, ഉമർ ഇബ്നുൽ ഖത്താബിന് ഉമറുൽ ഫാറൂഖ് എന്ന് എങ്ങനെയാ പേര് വെച്ചത് എന്ന്. സുബ്ഹാനല്ലാഹ്, വലിയ രസകരമായ ഒരു സംഭവമാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിയായ ഇസ്കിന്റെയും സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും തഅലീമിന്റെയും ഭാഗമായിട്ട് ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് ലഭിച്ച സ്ഥാനമാണ് ഉമറുൽ ഫാറൂഖ്. മദീനയിൽ ഒരു യഹൂദിയായ മനുഷ്യനും ഒരു മുസ്ലിമായ ഒരു മുനാഫിഖായ മനുഷ്യനും തമ്മിൽ വലിയ ഒരു തർക്കം നടക്കുകയാണ്.
യഹൂദിയായ മനുഷ്യനും മുനാഫിഖായ ഒരു മനുഷ്യനും തമ്മിൽ തർക്കം നടക്കുകയാണ്. ആ തർക്കം വല്ലാതെ നീണ്ടുപോയപ്പോൾ യഹൂദിയായ മനുഷ്യനതാ പ്രത്യക്ഷത്തിൽ മുസ്ലിമായി നടക്കുന്ന മുനാഫിഖായ മനുഷ്യനോട് പറഞ്ഞു, നമ്മൾക്കിടയിലുള്ള തർക്കം തീർക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമല്ലല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾക്കിടയിലുള്ള തർക്കം പരിഹരിക്കാൻ നമ്മൾക്ക് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെല്ലാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് ചെല്ലാമെന്ന് ഈ യഹൂദിയായ മനുഷ്യനതാ മുസ്ലിമായ മനുഷ്യനോട് പറയുന്നു. സുബ്ഹാനല്ലാഹ്. ആ മദീനയിലുള്ള സകല യഹൂദികൾക്കും അറിയാമല്ലോ, മുത്തുനബി കളവ് പറയൂല, വെറും വാക്ക് പറയൂല. ഏതെങ്കിലും ഒരാൾക്ക് കക്ഷി ചേർന്നുകൊണ്ട്, ഏതെങ്കിലും ഒരാളുടെ പക്ഷം ചേർന്നുകൊണ്ട് മുത്തായ തങ്ങളെ സംസാരിക്കൂല. ആ യഹൂദിയായ മനുഷ്യൻ പറഞ്ഞു, നമ്മളുടെ പ്രശ്നപരിഹാരത്തിന് ഈ മദീനയിലുള്ള ഒരേ ഒരാള് റസൂലുള്ളാഹി തങ്ങളാണ്. പക്ഷേ മുനാഫിഖായ ആള് പറയുന്നു, മുഹമ്മദ് നബിയുടെ അടുക്കൽ പോകേണ്ടതില്ല. കാരണം ആ മുനാഫിഖിനും അറിയാം റസൂലുള്ള സത്യമല്ലാതെ പറയില്ല, ന്യായമല്ലാതെ പറയില്ല. എന്നാൽ ഇവിടെ ന്യായമായ യഹൂദിയുടെ ഭാഗത്താണ് എന്ന് ഈ മുനാഫിഖിനും അറിയാം. അതുകൊണ്ടാണ് ഈ മുനാഫിഖായ മനുഷ്യൻ പറഞ്ഞത്, മുഹമ്മദ് നബിയുടെ അടുക്കൽ പോകേണ്ടതില്ല, നമുക്ക് വേറെ ആരെങ്കിലും സമീപിക്കാം. അവസാനമായ യഹൂദിയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഈ രണ്ടുപേരും അതാ ചെല്ലുന്നു ഇലാ ഹളറത്തി റസൂലില്ലാഹ്. ലോകത്തിലെ നേതാവാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ തിരുഹളറത്തിലേക്ക് ചെല്ലുന്നു. റസൂലുള്ള വളരെ മാന്യമായിട്ട് രണ്ടുപേരെ സ്വീകരിക്കുകയാണ്. എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചപ്പോ ആ യഹൂദിയായ മനുഷ്യനതാ മുത്തായ തങ്ങളോട് പറയുന്നു, യാ മുഹമ്മദോ, ഓ മുഹമ്മദ് നബി, ഞാനും ഈ സഹോദരനും തമ്മിൽ ഒരു വലിയ തർക്കത്തിലാണ്. ഞങ്ങൾ തമ്മിലേറെ സമയമായി തർക്കിക്കുകയാണ്, ഇതിന് പരിഹാരമാവുന്നില്ല. അങ്ങ് ഇതിനൊരു പരിഹാരം പറയണം, ഒരു മധ്യസ്ഥം പറയണം, ഇതിന്റെ ഇടയിലൊന്ന് സുൽഹാക്കി തരണം, ഒരു മസലഹത്ത് ഉണ്ടാക്കി തരണം. ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നത്. റസൂലുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. എല്ലാം വിശദമായി കേട്ടതിന് ശേഷം ലഭിതങ്ങളതാ യഹൂദിക്ക് അനുകൂലമായി വിധി പറയുന്നു. കാരണം ഈ ന്യായത്തിന്റെ പക്ഷത്തല്ലേ ഒരാൾക്ക് നിൽക്കാൻ കഴിയുകയുള്ളൂ. ആ ന്യായം യഹൂദിയുടെ ഭാഗത്തായതുകൊണ്ട് ആ യഹൂദി മതം വേറെയാണല്ലോ. എന്നാൽ മറുപക്ഷത്തിൽ ഇത് നമ്മുടെ മതക്കാരനായി പ്രത്യക്ഷത്തിൽ നടക്കുന്ന ഒരാളാണല്ലോ. ആ ആൾക്ക് അനുകൂലമായി വിധി പറയട്ടെ, നമ്മളുടെ കക്ഷികൾക്ക് അനുകൂലമായി വിധി പറയട്ടെ. ഓ സഹോദരന്മാരെ, മതേതര രാജ്യമായ നമ്മളുടെ സുന്ദരമായ ഇന്ത്യ രാജ്യത്ത് പോലും പല വിധികളും ഇങ്ങനെ പുറപ്പെടുമ്പോ അതേതോ ചില കക്ഷികളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കോടതികൾ വിധി പറയുന്നത് പോലെ തോന്നുകയാണ്. പ്രത്യക്ഷമായ തെളിവുകൾ ഉണ്ടായിട്ട് പോലും ആ തെളിവുകൾ അംഗീകരിക്കുന്നില്ല.
കാരണം മറുപക്ഷത്തുള്ളത് നമ്മളുടെ പാർട്ടിയാണ്, മറുപക്ഷത്തുള്ളത് നമുക്ക് വേണ്ട ആളാണ്, മറുപക്ഷത്തുള്ളത് ഈ രാജ്യത്തിന്റെ ഭരണം നടത്തുന്ന ആളുകളാണ്. അവർക്ക് എതിരായിട്ട് വിധി പറയൂല. ഇങ്ങനെ നീതി നിഷേധം വളരെ പ്രത്യക്ഷമായ നമ്മളുടെ രാജ്യത്ത് പോലും നമ്മൾ അനുഭവിക്കുകയാണ്. എന്നാൽ ഏറ്റവും വലിയ നീതിമാനായ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മുനാഫിഖായ മനുഷ്യൻ ഉള്ളിൽ വിശ്വാസമില്ല എങ്കിലും പ്രത്യക്ഷമായി മുസ്ലിമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളാണ്. ആ ആള് നമ്മുടെ മതത്തിന്റെ ആളാണല്ലോ, അയാൾക്ക് അനുകൂലമായി വിധി പറയട്ടെ എന്ന് മുത്തുനബി വിചാരിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഇടയിലുള്ള വിഷയം കേട്ടപ്പോൾ ന്യായം യഹൂദിയുടെ ഭാഗത്താണ് എന്ന് മനസ്സിലാക്കി ആ യഹൂദിക്ക് അനുകൂലമായിട്ടുള്ള വിധി എന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്ന് രണ്ടുപേരും പിരിയുകയാണ്. പിരിഞ്ഞ് പുറത്തു വന്നപ്പോ ഈ മുനാഫിഖായ മനുഷ്യനായ യഹൂദിയോട് പറഞ്ഞു, ഈ വിധി അംഗീകരിക്കാൻ കഴിയില്ല, ലഭിതങ്ങളുടെ വിധി അത് എനിക്ക് തൃപ്തിയായിട്ടില്ല. നമ്മൾക്ക് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സമീപത്ത് ചെല്ലാം. കാരണം ഈ മുസ്ലിമായ അല്ലെങ്കിൽ മുനാഫിഖായ മനുഷ്യൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ തെരഞ്ഞെടുത്തത്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മതപരമായ വിഷയത്തില് വല്ലാതെ കണിശതയുള്ള ആളാണ്, ഇസ്ലാമിനോട് വലിയ താല്പര്യമുള്ള ആളാണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് ഞാൻ മുസ്ലിമാണ് മറ്റവൻ യഹൂദിയാണ് എന്ന് കരുതിയിട്ട് എനിക്ക് അനുകൂലമായി വിധി പറയാനുള്ള സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഈ മുനാഫിഖായ മനുഷ്യനായ യഹൂദിയോട് പറഞ്ഞത്, നമ്മൾക്ക് ഉമറിനെ സമീപിക്കാം, ഉമർ ഒരു തീരുമാനം പറയട്ടെ. സുബ്ഹാനല്ലാഹ്, മുത്തുനബിയുടെ തീരുമാനം ഈ യഹൂദി അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മുനാഫിഖായ മനുഷ്യൻ അംഗീകരിക്കുന്നില്ല. അവസാനം രണ്ടുപേരും അതാ ചെല്ലുന്നു ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സവിധത്തിലേക്ക്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിച്ചു, എവിടെ നിന്നാ വരുന്നത്, എന്തിനാ വരുന്നത്? അവര് പറഞ്ഞു, ഞങ്ങൾ നബി തങ്ങളുടെ സമീപത്ത് നിന്ന് വരികയാണ്. എന്തേ ആവശ്യമെന്ന് ചോദിച്ചപ്പോൾ ആ യഹൂദിയതായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ഉണ്ടായ വിഷയങ്ങളെല്ലാം അങ്ങ് വിസ്തരിച്ചു കൊടുക്കുകയാണ്. പറഞ്ഞു, ഞങ്ങളുടെ ഇടയിലുള്ള തർക്കം നബി തങ്ങൾ മസ്ലഹത്താക്കിയതാണ്. പക്ഷേ നബി തങ്ങൾ പറഞ്ഞ വിധി, ആ ഹുക്മ് ഈ മുസ്ലിമായ ആളെ അംഗീകരിച്ചില്ല. ഇദ്ദേഹത്തിൽ നിർബന്ധത്തെ വഴങ്ങിയിട്ടാണ് ഞങ്ങള് മുത്തുനബി വിധി പറഞ്ഞ ഈ വിഷയത്തിൽ നിങ്ങളുടെ അടുക്കലേക്ക് രണ്ടാമത് വന്നത്. ഇതങ്ങ് കേട്ടപ്പോ മുത്തുനബി പറഞ്ഞ വിധി അംഗീകരിക്കാത്തതിന്റെ പേരിലാണോ നിങ്ങൾ വന്നത് എന്നാ? അതെ, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കൂ, ഞാനൊരല്പസമയം കൊണ്ട് മടങ്ങി വരാം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആ യഹൂദിയോടും മുസ്ലിമായ മനുഷ്യനോടും പറയാണ്, നിങ്ങൾ ഒരല്പസമയം ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പൊ വരാം. ഇതും പറഞ്ഞ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ വീട്ടിലേക്ക് പോവുകയാണ്. ആ വീട്ടിൽ ചെന്നിട്ട് അവിടെയുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മൂർച്ചയുള്ള വാള്, ആ വാളുമായിട്ടാണ് തിരിച്ചു വരുന്നത്. തിരിച്ചു വന്ന ഉടനെ
ആ മുസ്ലിമായ മനുഷ്യന്റെ പിരടി അങ്ങ് വെട്ടിക്കളയുന്നു. മുസ്ലിമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നു, എന്നിട്ട് റസൂലുള്ളാഹിനെ അംഗീകരിക്കാതിരിക്കുകയോ? ഇത് തീവ്രവാദമാണെന്ന് പറയരുതേ, ഇത് ഭീകരവാദമാണെന്ന് മനസ്സിലാക്കരുതേ. തീവ്രവാദമോ ഭീകരവാദമോ ആണെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇവിടെ തലയെടുക്കേണ്ടത് യഹൂദിയായ ആളുടേതാണല്ലോ. പക്ഷേ ഇസ്ലാമാണ്, മുസ്ലിമാണ്, അള്ളാഹുവിന്റെയും റസൂലിന്റെയും ആളാണ് എന്ന് പറഞ്ഞിട്ട് ആ റസൂലിനെ അംഗീകരിക്കാത്ത ആളില്ലേ, അവനെന്ത് ഇസ്ലാമാ, അവനെന്ത് മുസ്ലിമാ? അതേ റസൂലുള്ളാഹിനോടുള്ള അതിയായ ബഹുമാനം കൊണ്ട്, റസൂലുള്ളാഹിനോടുള്ള വല്ലാത്ത സ്നേഹം കൊണ്ട് ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് റസൂലുള്ളാഹിന്റെ വിധി അംഗീകരിക്കാത്ത മുസ്ലിമായ മുനാഫിക്കായ മനുഷ്യന്റെ പിരടി അങ്ങ് വെട്ടിക്കളയുന്നു. മുസ്ലിമാണ് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ അള്ളാഹുവും റസൂലും പറഞ്ഞത് അനുസരിക്കാൻ കഴിയണം. ഞാൻ മുസ്ലിമാണ്, പക്ഷേ എനിക്ക് ഞാൻ വിചാരിച്ചതൊക്കെ ചെയ്യണം, ഇങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾ സുബ്ഹാനല്ലാഹ്, ഇപ്പോൾ ചില സ്വതന്ത്ര ചിന്താഗതിക്കാരെന്ന് പറയുന്ന ചില ആളുകളുണ്ട്. ഇപ്പൊ അടുത്ത് പത്രത്തിൽ ഒരു പരസ്യം കണ്ടു, മുസ്ലിം യുവാവ് കല്യാണം അന്വേഷിക്കുന്നു. എന്താ അയാളുടെ യോഗ്യത? സ്വതന്ത്ര ചിന്താഗതിയുള്ള ആളാണ്. സ്വതന്ത്ര ചിന്താഗതിയാണെങ്കിൽ പിന്നെ ഈ ഇസ്ലാം എന്നതിൽ നിന്റെ ചിന്ത എന്തിന് തളച്ചിടണം? സ്വതന്ത്ര ചിന്താഗതിയാണെങ്കിൽ ഇസ്ലാമിന്റെ വേലി നിനക്ക് ആവശ്യമില്ലല്ലോ. നീ സ്വതന്ത്രമായി ചിന്തിച്ച് നിനക്കെന്താണോ തോന്നുന്നത് ആ രൂപത്തിൽ പറയാം. പക്ഷേ ഇസ്ലാമിനെ നിന്റെ ഐഡന്റിറ്റിയായി പ്രയോഗിക്കാൻ പാടില്ല. ഇത്രയേ ഉള്ളൂ. ആരും ഇസ്ലാം ആകണം എന്നൊരു നിർബന്ധവും ഇസ്ലാമിലില്ല. പരിശുദ്ധ ഖുർആനല്ലേ അത് വ്യക്തമായി പറഞ്ഞത്. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. ലാ ഇക്റാഹ ഫിദ്ദീൻ, ഈ പരിശുദ്ധമായ സത്യമായ മതത്തിൽ യാതൊരു നിർബന്ധവും ഇല്ല, ഒരു ഇക്റാഹും ഇല്ല. ഈ ഇസ്ലാമിലേക്ക് കടന്നു വരണമെന്ന് ഒരാളെയും കഴുത്തിന് പിടിച്ച് ഇസ്ലാം പറയുന്നുമില്ല. പിന്നെയോ ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗം വളരെ വ്യക്തമാണ്. അത് ബോധ്യപ്പെടുന്ന ആളുകൾക്ക് സ്വമേധയാ ഇസ്ലാമിലേക്ക് കടന്നു വരാം. ആ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സമയത്ത് വരെ പറയേണ്ട വാചകം എന്താണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ആ ഷഹാദത്തിലുള്ള ഒന്നാമത്തെ വാചകം അശ്ഹദു എന്നാണ്. ആ അശ്ഹദു എന്നതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണ്? ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് മൊഴിയുന്നു. ഇതാണ് അശ്ഹദു എന്നതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് മൊഴിയുന്നു. സുബ്ഹാനല്ലാഹ്, കേവലം നാവുകൊണ്ട് പറഞ്ഞതുകൊണ്ട് ഇസ്ലാമാവില്ലല്ലോ. മനസ്സിൽ ഉറപ്പിക്കണം. ഒരു മനുഷ്യന്റെ മനസ്സിൽ ഒരു വിശ്വാസത്തെ ഉറപ്പിക്കണമെങ്കിൽ അവൻ തന്നെ വിചാരിച്ചാലല്ലേ കഴിയൂ. പ്രത്യക്ഷത്തിൽ നാവ് കൊണ്ട് അശ്ഹദു ചൊല്ലിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് വരാം, പക്ഷേ അവന്റെ മനസ്സിലേക്ക് ആ ആശയത്തെ സന്നിവേശിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ തീവ്രവാദമില്ല, ഇസ്ലാമിൽ ഭീകരവാദമില്ല. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞത് അങ്ങനെയാണ്. നിങ്ങളെല്ലാവരും ഇസ്ലാമിലേക്ക് വരിക എന്നത് എന്റെ ഡ്യൂട്ടിയല്ല, അതെന്റെ ആഗ്രഹമാണ്. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. എല്ലാവർക്കും
കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാകുന്ന രൂപത്തില് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരിക എന്നതല്ലാതെ ഒരാളെയും നിർബന്ധിപ്പിച്ച് പരിശുദ്ധ ഇസ്ലാമിലേക്ക് പിടിച്ചു കൊണ്ടുവരണമെന്ന് എന്നോട് കൽപ്പനയില്ല, ഞാനതിന് വന്നതുമില്ല. അങ്ങനെ ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിച്ച ഏറ്റവും വലിയ നേതാവിന്റെ അനുയായികളായ മുസ്ലിമീങ്ങള് എങ്ങനെ ഭീകരവാദിയാവാനാ, എങ്ങനെ തീവ്രവാദിയാവാനാ? ഏതെങ്കിലും ഒരു ഭീകരവാദ പ്രവർത്തനം നടത്തുന്നവന്റെ പേര് മുസ്ലിമാണെങ്കിലോ അവൻ യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിനെ പഠിച്ചിട്ടില്ല എന്നേ പറയാൻ കഴിയുകയുള്ളൂ. ഏത് മതക്കാരനാണെങ്കിലോ അവരെ ഭീകരവാദ പ്രവർത്തനം ചെയ്യുന്നുണ്ടോ അവരൊന്നും ആ മതത്തിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. ഒരു ഹൈന്ദവനായ മനുഷ്യൻ ഒരിക്കലും തന്നെ മറ്റൊരു മതക്കാരനെ വെട്ടിക്കൊല്ലാനോ അവനെ അപകടപ്പെടുത്താനോ നിൽക്കുകയില്ല. കാരണം ഹൈന്ദവ മതം അല്ലെങ്കിൽ ആ ആശയം എപ്പോഴും സമാധാനത്തെ കുറിച്ച് പറയുന്ന മതമാണ്. ക്രിസ്ത്യാനികളായ ആളുകൾ അവരുടെ വേദഗ്രന്ഥങ്ങൾ അവരെ പഠിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു മതക്കാരനെ കൊന്നുകളയാനല്ല. ഒരു മതവും പഠിച്ച ഒരാൾക്കും ഒരാളെയും വേദനിപ്പിക്കാൻ കഴിയൂല. ഏതെങ്കിലും മതത്തിന് അനുയായിയാണ് എന്ന് പറയുന്നവൻ ഒരു മുസ്ലിമായ നാമധാരി, മുസ്ലിം നാമധാരി എന്തെങ്കിലും ഒരു തോന്നിവാസം ചെയ്താൽ അത് അവൻ ചെയ്തു എന്ന് പറയുകയല്ലാതെ ഇസ്ലാമിനെ ഏറ്റെടുക്കാൻ കഴിയില്ലല്ലോ. കാരണം ഇസ്ലാം അങ്ങനെ ഒരാശയം പറയുന്നില്ല. ഇരിക്കട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ കടന്നു വരികയാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങളെ അവിടുത്തെ പേര് പോലും അല്ലാഹുവിന്റെ ഏറ്റവും വലിയ സൃഷ്ടിയാകുന്ന അർശിന്റെ മുകളിൽ എഴുതപ്പെടാനുള്ള കാരണോ മഹബ്ബത്തു റസൂലില്ലാഹ്. ധാരാളം ഹദീസുകൾ കാണാം. അബൂ യഅല എന്നിവർ ഉദ്ധരിക്കുന്നു, അതുപോലെ ത്വബറാനി ഉദ്ധരിക്കുന്നു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. എന്നെ മിഅ്റാജിന്റെ രാത്രിയിൽ ആകാശത്തേക്ക് കൊണ്ടുപോയില്ലേ, മാ മറർതു ബിസമായിൽ ഇല്ലാ വജദ്തു ഇസ്മീ ഫീഹാ മക്തൂബൻ മുഹമ്മദുൻ റസൂലുള്ളാഹ് വ അബൂബക്കർ സിദ്ദീഖ്. 7 ആകാശങ്ങളും കടന്നാണ് ഞാൻ ബഹറുൽ നൂർ എന്ന് പറയുന്ന ആ ജിബ്രീലിന് പോലും പ്രവേശനം കിട്ടാത്ത ആ പുണ്യമായ സ്ഥലത്തേക്ക് ചെന്നത്. ഓരോ ആകാശവും ഞാൻ വിട്ടുകിടക്കുമ്പോ ആ ആകാശങ്ങളിൽ നോക്കിയപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് മക്തൂബൻ മുഹമ്മദുൻ റസൂലുള്ളാഹ്. അവിടെയെല്ലാം മുഹമ്മദുൻ റസൂലുള്ളാഹി ആ പുണ്യമായ നാമത്തെ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ആ പുണ്യമായ നാമത്തെ എവിടെ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ റസൂലുള്ളാഹി തങ്ങളുടെ നിഴലില്ലാത്ത റസൂലുള്ളാഹിന്റെ നിഴല് പോലെ കൂടെ നടന്ന അബൂബക്കർ സിദ്ദീഖ്, ആ അബൂബക്കർ സിദ്ദീഖ് നിങ്ങളുടെ പേരും എഴുതി വച്ചിരിക്കുന്നു. ഇനിയോ മാത്രമല്ല, നിബിതങ്ങൾ തന്നെ പറയാണ്, സ്വർഗത്തിലെ വാതിലുകളുണ്ടല്ലോ, 7 കവാടങ്ങൾ, 8 കവാടങ്ങളാണ് സ്വർഗത്തിനുള്ളത്. ആ വാതിലുകളുടെ മുകളിലേക്ക് നോക്കിയാൽ മക്തൂബുൻ അലാ ബാബിൽ ജന്നത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ സ്വർഗത്തിലെ വാതിലിന്റെ മുകളിലും എഴുതി വെച്ചിട്ടുണ്ട് മുത്തായ തങ്ങളുടെ ഏറ്റവും പോരിശയായ നാമം. ഇനിയോ മാത്രമല്ല, ആ
ആ സ്വർഗത്തിൽ ധാരാളം വൃക്ഷങ്ങളുണ്ട്, സ്വർഗത്തിൽ ധാരാളം മരങ്ങളുണ്ട്. എല്ലാ മരത്തിന്റെയും ഇലകളിലേക്ക് നോക്കുമ്പോൾ ആ ഇലകളിൽ മുഴുവനും കാണാൻ കഴിയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്. ആ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്ന പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മരങ്ങളുടെ ഇലകളിൽ മുഴുവനും ആ പേര് കാണുന്നു, സ്വർഗത്തിലെ എല്ലാ വാതിലുകളിലും കാണുന്നു, അർശിന്റെ മുകളിൽ കാണുന്നു, ആകാശത്തിൽ കാണുന്നു. എല്ലാ സ്ഥലത്തും ഇങ്ങനെ ആളുകൾക്ക് നോക്കുന്ന സ്ഥലങ്ങളിൽ മുഴുവനും കാണപ്പെടുന്ന പേരാണ് മുഹമ്മദുൻ റസൂലുള്ളാഹി. അല്ലാഹുവേ, ആ പേരിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ ഒന്ന് സ്വീകരിക്കണേ റഹ്മാനേ. സ്വർഗത്തിലും ആകാശത്തിലും അർശിലും കുർസിയിലും എല്ലാ സ്ഥലങ്ങളിലും റസൂലുള്ളാഹിന്റെ പേര് എഴുതി വെക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ സഹോദരന്മാരെ, സ്വർഗത്തിൽ മാത്രമാണോ ചില സ്വാലിഹീങ്ങളായ ആളുകൾ കണ്ട ചില അത്ഭുതങ്ങളും കിതാബിൽ കാണാം? താരീഖിലെ കിതാബുകളിൽ അങ്ങനത്തെ ധാരാളം കഥകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മഹാനായ അബ്ദുല്ലാഹിൽ ഹാഷിമി എന്നവര് പറയാണ്, ദഖൽതു ബിലാദൽ ഹിന്ദി, ഞാൻ ഇന്ത്യ രാജ്യത്തുള്ള ഒരു നാട്ടിലേക്ക് ചെന്നു. ആ നാട്ടിൽ ചെന്നപ്പോൾ അവിടെയുള്ള ചെറിയൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ അതാ ഞാനൊരു ചെടി കാണുകയാണ്. ആ ചെടിയിൽ നിന്ന് നല്ല കറുത്ത പൂക്കൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. എല്ലാം വിരിഞ്ഞു നിൽക്കുന്ന രൂപത്തിലുള്ള പൂക്കളാണ്. ആ വലിയ പൂക്കളുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ ത്വയ്യിബത്തുർ റായിഹ, സുബ്ഹാന ജല്ല ജലാലു, നല്ല പരിമളം പരത്തുന്ന വലിയ പൂക്കളാണ്, കറുത്ത നിറത്തുള്ള പൂക്കളാണ്. ആ പൂക്കളിലേക്ക് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ മക്തൂബുൻ ബിഖത്തിൽ നബിയ്യ്, ആ പൂക്കളിൽ അതാ വെള്ള മഷി കൊണ്ട് വെള്ള നിറത്തിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി. അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്. ആ റൗള ശരീഫിൽ അന്തിയുറങ്ങുന്ന 3 മഹാന്മാരുടെയും പേരാണ് ആ പുഷ്പത്തിൽ കാണുന്നത്, ആ പൂവിന്റെ മുകളിൽ കാണുന്നത്. മഹാനായ അബ്ദുല്ലാഹിൽ ഹാഷിമി എന്നിവര് പറയാണ്, ഫശകത്തു ഫീ ദാലിക, ഇത് കണ്ടപ്പോൾ എന്റെ മനസ്സിൽ സംശയം വന്നു. വഖുൽതു ഇന്നഹു മഅമൂലുൻ, ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, ഇതാരോ എഴുതി വെച്ചതാണ്. എല്ലാ പൂക്കളുടെ മുകളിലും ഈ പേര് ആരോ എഴുതി വെച്ചതാണ് എന്ന് കരുതുകയാണ് ഞാൻ. എന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു. ഫഅമിത്തു ഇലാ ഹബ്ബത്തിൻ ലം തുഫ്തഹ്, വിരിയാത്ത ഒരു പൂവിന്റെ മൊട്ടുണ്ട് അവിടെ, അത് വിരിഞ്ഞിട്ടില്ല. അതിങ്ങനെ കൂടി നിൽക്കുകയാണ്, തുറന്നു വന്നിട്ടില്ല. ആ പൂവൊന്ന് പരിശോധിക്കണമെന്ന നിലക്ക് വിരിയാതിരുന്ന ഒരു പൂവിന്റെ അടുക്കലേക്ക് ഞാൻ ചെന്നു. അങ്ങനെ ആ പൂവിനെ ഞാനൊന്നിങ്ങനെ പിളർത്തി ഒന്ന് തുറന്നു നോക്കി. വറഅയ്തു ഫിഹാ കമാ റഅയ്തു ഫീ സായിരിൽ വറുദി, എല്ലാ പൂക്കളിലും കണ്ടപ്പോൾ ആ വിരിയാത്ത പൂവിനെ ഞാൻ ഇങ്ങനെ തുറന്നു നോക്കിയപ്പോഴും അതിലും റസൂലുള്ളാഹിന്റെ പേര് കാണുന്നു. സുബ്ഹാനല്ലാഹ്. ആ നാട്
നാടിനെ കുറിച്ച് മഹാനായ അബ്ദുല്ലാഹിൽ ഹാഷിമി എന്നിവര് പറയാം, വഅഹ്ലു തിൽക്കൽ ഖറിയ, ആ നാട്ടുകാരുണ്ടല്ലോ, യഅ്ബുദൂനൽ ഹിജാറത ലാ യഅരിഫൂനല്ലാഹ്, അല്ലാഹുവിനെ പരിചയമില്ലാത്ത, കല്ലിനെ ദൈവമായി കൊണ്ട് കല്ലിനെ ആരാധിക്കുന്ന ആളുകളാണ് ആ നാട്ടിലുള്ളത്. ആ നാട്ടിൽ ധാരാളമായി കാണുന്ന ഒരു പൂവിലാണ് എഴുതി വെച്ചത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ്. മഹാനായ ഖാളി ഇയാദ് തങ്ങൾ പറയുന്നത് കാണാം, സുബ്ഹാനല്ലാഹ്, സംതാവി എന്ന് പറയുന്ന മഹാൻ, അന്നഹു ശാഹദ ഫീ ബഅദ് ബിലാദി ഖുറാസാന മൗലൂദാ, ഖുറാസാൻ എന്ന് പറയുന്ന നാട്ടിലുള്ള ഒരു സ്ഥലത്തൊരു കുട്ടി പിറക്കുകയാണ്. എന്തൊരു അത്ഭുതമാ! ആ ഖുറാസാൻ എന്ന് പറയുന്ന നാട്ടിലൊരു കുട്ടി പിറന്നപ്പോൾ അലാ അഹദി ജംബൈഹി മക്തൂബ്, ആ കുട്ടിയുടെ ഒരു ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ കുട്ടിയുടെ ഒരു ഭാഗത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കാണുന്നു. വഅലൽ ആഖിരി, മറ്റേ ഭാഗത്ത് കാണുന്നു മുഹമ്മദുൻ റസൂലുള്ളാഹി. രണ്ടാമത്തെ ഭാഗത്ത് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നും കാണുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ധാരാളം കഥകൾ കിതാബുകളിൽ മഹാന്മാരായ ആളുകൾ ആധികാരികമായി ഉദ്ധരിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി യാഫിഈ എന്നിവർ അവിടുത്തെ റൗളുർ റയ്യാഹീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം, ചില മഹാന്മാരെ തൊട്ട് ഉദ്ധരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തുള്ള ഒരു സ്ഥലത്ത് ചെന്നു. ആ സ്ഥലത്ത് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ബദാമിനോട് സാമ്യമുള്ള പഴങ്ങളുള്ള ഒരു വൃക്ഷം കാണുകയാണ്. ആ പഴങ്ങൾ ആ ബദാമിനോട് സാദൃശ്യതയില്ല, തൊലി പൊട്ടിച്ചു ഉള്ളിൽ നിന്ന് കാമ്പെടുത്ത് ഭക്ഷിക്കുന്ന രൂപത്തിലില്ല. ആ പഴത്തിന്റെ അടുക്കലേക്ക് ഞാൻ ചെന്നു. അങ്ങനെ ആ പഴത്തിൽ നിന്ന് ഒന്നിന്റെ തൊലി അങ്ങ് പൊട്ടിച്ചു നോക്കിയപ്പോൾ മക്തൂബുൻ അലൈഹാ, നല്ല ചുവന്ന നിറത്തിലുണ്ട്. അതിൽ എഴുതി വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ചെറിയ രൂപത്തിലൊന്നുമല്ല, നല്ല വ്യക്തമാകുന്ന രൂപത്തിലാണ്. വഹും യതബറകൂന ബിഹാ, ആ നാട്ടുകാരെ ആ പഴം കൊണ്ട് ബറക്കത്തെടുക്കാറുണ്ട്. വയസ്തഖൂന ബിഹാ ഇദാ മുനിഉ മിനൽ വൈഹി, ആ നാട്ടുകാർക്ക് മഴ ലഭിക്കാതിരിക്കുമ്പോൾ അവർ ആ പഴത്തിന് അടുക്കൽ ചെന്നിട്ട് മഴയെ തേടാറുണ്ട്. മഹാനായ യാഫിഈ ഇമാം പറഞ്ഞ വിഷയമാണല്ലോ. അവിടുന്ന് പറയാൻ, ഞാൻ ഈ വിഷയം അബൂ യഅ്ഖൂബ് സ്വയ്യാദ് എന്ന് പറയുന്ന മഹാനോട് പറഞ്ഞു. ഞാൻ ഇന്ത്യ രാജ്യത്ത് ചെന്നപ്പോൾ ഇങ്ങനെ ഒരു പഴം കണ്ടു. ആ പഴത്തിന്റെ ഉള്ളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ നാട്ടുകാര് അതുകൊണ്ട് ബറക്കത്തെടുക്കാറുണ്ട്. മഴ കിട്ടാതിരിക്കുമ്പോൾ അവർ ആ മഴയെ അവിടെ ചെന്ന് ചോദിക്കാറുണ്ട്. ഈ വിഷയം പറഞ്ഞപ്പോൾ അബൂ യഅ്ഖൂബ് എന്നവർ അതിനേക്കാളും വലിയൊരു അത്ഭുതം എന്നോട് പറഞ്ഞു. ഇങ്ങനെ ഓരോ ആളുകൾക്കും പറയാനുണ്ട്. മഹാനായ അബൂ യഅ്ഖൂബ് എന്നവര് പറയാണ്, ഞാൻ ഉബുല്ല എന്ന് പറയുന്ന പ്രദേശത്തുള്ള കടലിൽ ഇങ്ങനെ മീൻ പിടിക്കുകയാണ്. ഞാനിങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാനൊരു മീനിനെ വലയിലിങ്ങ് പിടിച്ചു. ആ മീനിനെ നോക്കിയപ്പോ മക്തൂബുൽ അലാ ജംബിഹൽ അയ്മനി,
മീനിന്റെ വലതുഭാഗത്ത് എഴുതിയിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅലാ ജംബിൽ ഐസരി മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിന്റെ ഇടതുഭാഗത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതിയിട്ടുണ്ട്. ഫലമ്മാ റഅയ്തുഹാ ഖദഫ്തുഹാ ഫിൽ മാഇ ഇഹ്തിറാമൻ ലഹാ. ഞാൻ അതിനെ പിടിച്ചപ്പോൾ അതിന്റെ മുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഉബുല്ല എന്ന് പറഞ്ഞാൽ ബസറയിലുള്ള, ബസറയോട് അടുത്ത ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തുള്ള നദിയിൽ നിന്ന് മീൻ പിടിക്കുമ്പോഴാണ് ഈ ഒരു അത്ഭുതകരമായ മീനിനെ കിട്ടുന്നത്. ഫഖദഫ്തുഹാ, ഞാൻ ആ മീനിനെ പിടിച്ചില്ല, ഞാൻ അതിനെ അങ്ങോട്ട് തന്നെ ഇട്ടു. കാരണം ഇഹ്തിറാമല്ലഹാ, അള്ളാഹുവിന്റെയും റസൂലിന്റെയും പേര് എഴുതി വെക്കപ്പെട്ടതാണല്ലോ. പലപ്പോഴും ഈ മീൻ പിടിക്കാൻ പോകുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനത്തെ ചില അത്ഭുതങ്ങളൊക്കെ ഉള്ള മീനിനെ കിട്ടാറുണ്ട്. അത് വലിയ വാർത്തയും ആവാറുണ്ട്. സുബ്ഹാനല്ലാഹ്, വലിയ ചില ദൃഷ്ടാന്തങ്ങളായി അല്ലാഹു തആല വെച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകൾക്ക് ചിന്തിക്കാനുള്ള ദൃഷ്ടാന്തമായി വെച്ചതാണ്. ഇനി ഒരൊറ്റ വിഷയം കൂടെ ഞാൻ പറയട്ടെ. കുലൈബ് അബൂ വാഇൽ എന്ന് പറയുന്നവര് അവിടുന്ന് പറയാണ്, അസൗനാ ഫീ സ്വദരി ഹാദ സമാനിൽ ഹിന്ദാ. സുബ്ഹാനല്ലാഹ്, അവിടുന്ന് പറയുന്ന ഒരു അവസരത്തില് അദ്ദേഹം പറയാണ്, ഞാൻ ഇന്ത്യയോട് യുദ്ധത്തിന് വേണ്ടിയിട്ട് പോയി. അങ്ങനെ ആ യുദ്ധം നടക്കുമ്പോ ഞാനൊരു കുറ്റിക്കാട്ടിലേക്ക് അങ്ങ് തെറിച്ചു വീണു. ഫഇദാ ഫീഹാ ശജറുൻ അലൈഹി വറദുൽ അഹ്മർ. സുബ്ഹാനല്ലാഹ്, അലൈഹി വറദുൽ അഹ്മർ. ആ മരത്ത് ഒരു കുറ്റിക്കാട്ടിലേക്ക് വീണപ്പോൾ അതില്ലതാ കുറെ മരങ്ങളുണ്ട്. ആ മരത്തിൽ അതാ ഒരു ചുവന്ന റോസാ പുഷ്പത്തെ കാണുന്നു. ആ പുഷ്പത്തിൽ ആ പൂവിൽ എഴുതി വെച്ചിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹി. സഹോദരന്മാരെ, ഇതെല്ലാം ചില മഹാന്മാര് കണ്ട അത്ഭുതങ്ങളാണ്. ഇനിയോ ആ മുഹമ്മദ് എന്ന പേരിന്റെ ഏറ്റവും വലിയ ഗുണമെന്താണെന്ന് അറിയുമോ? സുബ്ഹാനല്ലാഹ്, ആഖിറമാകുന്ന ലോകത്ത് തന്നെ വലിയ നേട്ടമാണ്. ആഖിറമാകുന്ന ലോകത്ത് തന്നെ വലിയ നേട്ടമാണ് ആ നാമം കൊണ്ട് കിട്ടുക. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുകയാണ്, മൻ വുലിദ ലഹു മൗലൂദ്, ഏതെങ്കിലും ഒരാൾക്ക് ഒരു കുട്ടി പിറക്കുകയാണ്, ഫസമ്മാഹു മുഹമ്മദാ, ആ കുട്ടിക്ക് ആളതാ മുഹമ്മദ് എന്ന് പേര് വെക്കുന്നു. എന്തേ അങ്ങനെ പേര് വെക്കാനുള്ള കാരണം? ഹുബ്ബല്ലി വതബറുകം ബിസ്മി, എന്നോടുള്ള സ്നേഹം കാരണമായിട്ട് വെച്ചതാണ്. അതുപോലെ എന്റെ പേര് കൊണ്ട് ബറക്കത്തെടുക്കണം എന്ന നിലക്ക് വെച്ചതാണ്. അങ്ങനെ എന്റെ പേര് ആ കുട്ടിക്ക് വെച്ചാൽ കാന ഹുവ മൗലൂദുഹു ഫിൽ ജന്ന, ആ പേര് വെച്ചാളോ പേര് വെക്കപ്പെട്ട കുട്ടിയുമില്ലയോ ഫിൽ ജന്ന, അവര് സ്വർഗത്തിലാണെന്ന് മുത്തായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്തേ നിങ്ങള് മോന് മുഹമ്മദ് എന്ന പേര് വെച്ചത്? അതെന്റെ വല്യപ്പാന്റെ പേരായിരുന്നു, അല്ലെങ്കിൽ എന്റെ എളാപ്പാന്റെ പേരായിരുന്നു, അതിനു വേണ്ടി വെച്ചതല്ല. പിന്നെയോ ഹുബ്ബല്ലി വതബറുകം ബിസ്മി,
എന്നോടുള്ള അതിയായ സ്നേഹമാണ്. അതുപോലെ എന്റെ പേര് കൊണ്ടുള്ള ബറക്കത്ത് കാംക്ഷിച്ചിട്ട് വെച്ചതാണ്. അങ്ങനെ പേര് വെച്ചാൽ ആ വെച്ച ആളും പേര് വെക്കപ്പെട്ട കുട്ടിയും സ്വർഗത്തിലാണ്. സുബ്ഹാനല്ലാഹ്. ഇതിനേക്കാളും വലിയ നേട്ടം എന്ത് വേണം? ഇതിനേക്കാളും വലിയ ശ്രേഷ്ഠത എന്താണ് ഈ പേരിന് പറയാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നു, അതേ ഖുദ്സിയായ ഹദീസാണ്, വഇസ്സതി വജലാലി ലാ ഉഅദ്ദിബു അഹദൻ തുസമ്മാ ബിസ്മിക ഫിന്നാർ. അല്ലാഹു തആല മുത്തുനബിയോട് പറയാണ്, തങ്ങളെ ലാ ഉഅദ്ദിബു അഹദാ, ഒരൊറ്റ ആളെയും ഞാൻ ശിക്ഷിക്കൂല. എങ്ങനത്തെ ആളാണ്? അവർക്ക് അങ്ങയുടെ പേര് വെച്ചിട്ടുണ്ട്. ആ ആളുകളെ ഞാൻ ശിക്ഷിക്കൂല നബിയേ. അവിടെ തന്നെ മുഹദ്ദിസീങ്ങൾ അതിന് വിശദീകരണം കൊടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ, റസൂലുള്ളാഹിക്ക് 100 കണക്കിനുള്ള പേരുണ്ട്. അതിൽ ഏത് പേര് വെച്ചാലും ഈ പ്രതിഫലമുണ്ടോ? ഇല്ല, ഇല്ല. അഥവാ ബിസ്മിക്കൽ മശ്കൂരി വഹുവ മുഹമ്മദുൻ ഔ അഹ്മദ്, ഒന്നുകിൽ മുഹമ്മദ് എന്ന് പേര് വെക്കണം, അല്ലെങ്കിൽ അഹമ്മദ് എന്ന് പേര് വെക്കണം. ഈ 2 പേരുമുള്ള ആളുകളെ ഞാൻ നരകത്തിട്ട് ശിക്ഷിക്കൂല നബിയേ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ റസൂലുള്ളാഹിന്റെ പേരുകൊണ്ട് നീയൊന്ന് രക്ഷപ്പെടുത്തണേ റഹ്മാനേ. അതാണ് ഇമാം ബുസൂരി തങ്ങൾ പറഞ്ഞത്, മിൻഹു ബിതസ്മിയതി മുഹമ്മദൻ വഖുആഉ ഫൽ ഖൽഖി ബിൽമമി. ആഖിറത്തിലേക്ക് ചെല്ലുമ്പോ പിടിക്കാനുള്ള ഒരു വള്ളി, ആകെയുള്ളൊരു പിടിവള്ളി, ഒരു അവലംബമെന്ന് പറയുന്നത്, തിരിഞ്ഞു നോക്കുമ്പോ ചെയ്തു വെച്ച അമലുകളൊന്നും കാണാനില്ലല്ലോ. ആകെയുള്ളത് എന്റെ പേരിൽ മുത്തുനബിയുടെ പേരുണ്ട്. എന്റെ പേര് മുത്തുനബിയുടെ പേരാ. ആ പേര് ഉണ്ട് എന്നതാണ് ആകെയുള്ള പിടിവള്ളി. നോക്കൂ നിങ്ങള്, സുബ്ഹാനല്ലാഹ്. ഹദീസിന്റെ കിതാബുകളിൽ കാണുകയാണ്, യൂഖഫ് അബ്ദാൻ, നാളെ ആഖിറത്തിൽ അതാ 2 ആളുകളെ അല്ലാഹുവിന്റെ മുന്നിൽ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരപ്പെടുകയാണ്, നിർത്തപ്പെടുകയാണ്. ഒരാളുടെ പേര് അഹ്മദ് എന്നാണ്, രണ്ടാമത്തെ ആളുടെ പേര് മുഹമ്മദ് എന്നാണ്. അവരതാ അല്ലാഹുവിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഫയുമറു ബിഹിമാ ഇലൽ ജന്ന. ആ അഹ്മദ് എന്നും മുഹമ്മദ് എന്നും പേരുള്ള 2 പേരെയും സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കൽപ്പന അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. അപ്പോഴാണ് അവര് 2 പേരും അല്ലാഹുവിനോട് ചോദിക്കുന്നത്, റബ്ബനാ ബിമസ്തഹൽനൽ ജന്ന വലം നഅമൽ അമലൻ തുജാസിനാ ബിഹിൽ ജന്ന. അല്ലാഹുവേ, എങ്ങനെയാണ് ഞങ്ങൾക്ക് സ്വർഗം കിട്ടുന്നത്? എങ്ങനെയാണ് ഞങ്ങൾ സ്വർഗത്തിന്റെ അവകാശികളായത്? ആ സ്വർഗത്തിൽ പോകാൻ കാരണമാകുന്ന ഒരു അമലും ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. അപ്പോഴാണ് അല്ലാഹു തആല പറഞ്ഞത്, ദുഖുലൽ ജന്ന, നിങ്ങൾ 2 പേരും സ്വർഗത്തിലേക്ക് കയറിക്കോളൂ, നിങ്ങളുടെ അമല് കാരണമായിട്ടല്ല. ഫഇന്നി ആലൈതു അലാ
نفسي ألا يدخل النار من اسمه أحمد أو محمد. ഞാൻ തീരുമാനിച്ചൊരു തീരുമാനമാണ്, അഹ്മദ് എന്നോ മുഹമ്മദ് എന്നോ പേരുള്ള ഒരാളെ ഞാൻ നരകത്തിലിടൂല, നരകത്തിൽ പ്രവേശിപ്പിക്കൂല. ആ പേര് കൊണ്ട് മാത്രം രക്ഷപ്പെടുന്ന രണ്ടാളുകൾ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, ഏത് മക്കളുണ്ടായാലും ആ മക്കൾക്കെല്ലാം റസൂലുള്ളാഹിന്റെ മഷ്കൂറായ പ്രസിദ്ധമായ പേര് വെച്ചു കൊടുക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ, മഹാന്മാർ അവരുടെ എല്ലാ മക്കൾക്കും മുഹമ്മദ് എന്ന് പേരിടുകയാണ്. ആ മക്കളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടവർക്ക് ഓമന പേര് വേറെ വേറെ കൊടുക്കുന്നു. ഇതെല്ലാം അവര് ചെയ്തത് നാളെ ആഖിറത്തിൽ നിന്ന് രക്ഷപ്പെടാന്. അല്ലാഹു തആല ഇങ്ങനെ ചില ഓർഡറുകളും ചില ഗ്യാരണ്ടികളും ചില ഓഫറുകളും തരുമ്പോൾ നമ്മൾ എന്തിനാണ് അമാന്തിച്ചു നിൽക്കുന്നത്? മുഹമ്മദ് എന്ന പേരിൽ ഒരാളെ, അഹ്മദ് എന്ന പേരിൽ ഒരാളെ നാളെ നരകത്തിലിട്ട് ശിക്ഷിക്കൂല. മക്കയിൽ ജീവിച്ചിരുന്ന യഹൂദികൾ വരാൻ പോകുന്ന പ്രവാചകന്റെ പേര് മുഹമ്മദാണ് എന്ന് കേട്ടപ്പോൾ ആ ആഗ്രഹം പ്രകടിപ്പിച്ച് മക്കൾക്ക് മുഹമ്മദ് എന്ന പേര് വെച്ചിട്ടുണ്ട്. എന്നാൽ അല്ലാഹു തആല പറയാൻ, മുഹമ്മദ് എന്നോ അഹ്മദ് എന്നോ പേരുള്ള ഒരാളെ നരകത്തിൽ ഇട്ട് ശിക്ഷിക്കൂല എന്ന് ഞാൻ തീരുമാനമെടുത്തതാണ്. പിന്നെ എന്തിനാ നമ്മൾ ആ പേരിടാതിരിക്കുന്നത്? അത് പഴഞ്ചനാണ് ഉസ്താദേ. സുബ്ഹാനല്ലാഹ്, അത് പഴഞ്ചനാണ്. ഇപ്പോഴത്തെ പേരിന്റെ കഥകളൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഒരാളുടെ പേര് കേട്ടാൽ ഇത് ആണാണോ പെണ്ണാണോ, ഇത് ഏത് വിഭാഗമാണ്, ഇത് ഏത് ടീമാണ്, ഒന്നും മനസ്സിലാകാത്ത രൂപം എന്തെങ്കിലുമൊക്കെ ചില പേരുകൾ ഇങ്ങോട്ട് കണ്ടുപിടിച്ച് വെക്കൽ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കൊണ്ട് നാളെ ആഖിറത്തിൽ വരെ വലിയ രക്ഷയാണ്. നോക്കൂ സഹോദരന്മാരെ, ഒരൊറ്റ വിഷയം കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ സംസാരം നിർത്തുകയാണ്. മഹാനായ അബൂ നുഐം എന്നവര് വഹബ് ഇബ്നു മുനബ്ബഹ് എന്നവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്, ബനു ഇസ്രായേലുകാരിൽ ഒരാളുണ്ടായിരുന്നു. ആ ആളുടെ സ്വഭാവം എന്താണ്? 100 കൊല്ലമായ ആളെ ലോകത്ത് ജീവിക്കുന്നു. ഈ ജീവിച്ച കാലം അത്രയും അല്ലാഹുവിനെ എതിരെ ചെയ്ത് തെറ്റ് ചെയ്ത് ജീവിച്ചവനാ, തോന്നിവാസിയായി ജീവിച്ച ആളാണ്. അങ്ങനെ അയാളങ്ങ് മരണപ്പെട്ടുപോയി. നാട്ടുകാരതാ തോന്നിവാസിയാണല്ലോ, തമ്മാടിയാണല്ലോ എന്ന നിലക്ക് ആ മനുഷ്യന്റെ ആ ശവം എടുത്തുകൊണ്ട് അവരതാ മാലിന്യങ്ങൾ കൂട്ടിയിടുന്ന മാലിന്യ കൂമ്പാരമുണ്ട്, ആ മാലിന്യങ്ങളിലേക്ക് തള്ളുന്നു. അപ്പോഴാണ് അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിന് വഹി നൽകുന്നത്. എന്തിനാണ് വഹി? അൻഖ്രിജുഹു ഫസല്ലി അലൈഹി. ആ തോന്നിവാസിയാണ്, മോശക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് ബനു ഇസ്രായേലുകാരെ ആ വേസ്റ്റിൽ പോയി കൊണ്ടുപോയി തള്ളിയ മനുഷ്യന്റെ ശവമില്ലയോ, മയ്യത്തില്ലയോ, ആ മയ്യത്ത് ആ മാലിന്യത്തിൽ നിന്ന് പുറത്തെടുത്ത് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് മൂസാ നബിയോട് വഹി നൽകുന്നു. മൂസാ നബി ആ നാട്ടിലേക്ക് ചെന്നു. അവിടെയുള്ള ആളുകളോട് അന്വേഷിച്ചു. ആ ആളുകൾ ഏക സ്വരത്തിൽ പറയുന്നു, ഈ മനുഷ്യന് തോന്നിവാസിയാണ്, മോശക്കാരനാണ്.
അങ്ങ് ഒരിക്കലും നല്ല അവന് വേണ്ടി നിസ്കരിക്കാനോ ദുആ ചെയ്യാനോ പാടില്ല. ഇത് കേട്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയാണ്, യാ റബ്ബി ഇന്ന ബനി ഇസ്രായീല ശഹിദൂ അന്നഹു അസാക മിഅത സനാ. അല്ലാഹുവേ, ബനു ഇസ്രായേലുകാര് ഒന്നാകെ പറയുന്നത് ഈ ആള് 100 കൊല്ലമായി നിന്നെ എതിരെ ചെയ്ത് ജീവിക്കുന്നവനാണെന്നോ. ഞാൻ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ റിപ്ലൈ വരുന്നു, മറുപടി വരുന്നു. അവര് പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ ആ മനുഷ്യന്റെ ജീവിതത്തിൽ അവരൊന്നും അറിയാത്തൊരു നന്മയുണ്ട്. ഏതാണ് ആ നന്മയെന്നറിയുമോ? പലപ്പോഴും ഞാനും നിങ്ങളും നിസ്സാരമായി കാണാൻ സാധ്യതയുള്ള ഒരു നന്മയാണ്. അല്ലാഹു തആല പറയുന്നു, കുല്ലമാ നസറത് തൗറാത്ത്. അയാള് തൗറാത്ത് ഇങ്ങനെ നിവർത്തി വെച്ച് ഇടക്കിടക്ക് ഇങ്ങനെ നോക്കാറുണ്ട്. ആ തൗറാത്തിൽ മുഹമ്മദ് നബിയുടെ പേര് അയാള് കാണാറുണ്ട്. ആ മുഹമ്മദ് നബിയുടെ പേര് കാണുമ്പോൾ ഖബ്ബലഹു വവളഅഹു അലാ ഐനൈഹി, ആ പേരിനെ അയാൾ നിന്ന് എടുത്തിങ്ങനെ ചുംബിക്കും. അതുപോലെ തന്നെ ആ പേരുള്ള ഭാഗം തന്റെ 2 കണ്ണിന്റെ മുകളിൽ ഒന്ന് വെക്കും. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് കാണുമ്പോൾ വലിയ ആദരവ് കാണിച്ച ആളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വഗഫറതു ലഹു വസവ്വജതു 70 ഹൗറാ. അദ്ദേഹം ചെയ്ത എല്ലാ പാപങ്ങളും ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വർഗീയ നാരികളായ 70ഓളം ഹൂറുല്ലിങ്ങളെ ഞാൻ അദ്ദേഹത്തിന് കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട്. നോക്കൂ സഹോദരന്മാരെ, 100 കൊല്ലമായി തെറ്റ് ചെയ്ത് ജീവിക്കുന്നവനാണ്. പക്ഷേ അള്ളാന്റെ റസൂലിന്റെ പേര് കണ്ടപ്പോൾ വലിയ ബഹുമാനം കാണിക്കുന്നു. മൗലിദിന്റെ സദസ്സിൽ വെച്ച് സുബ്ഹാനല്ലാഹ്, മഹാനായ ഖുത്ബുൽ ആലം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാറുണ്ട് എന്ന് മഹാനവറുകളുമായി ബന്ധപ്പെട്ട് കണ്ടു ജീവിച്ച ആളുകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മളുടെ മൗലിദിന്റെ സദസ്സ് എങ്ങനെയാണ്? ആളുകൾ ഹദീസ് ഓതുകയാണ്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി തങ്ങളുടെ മനാഖിബുകള്, റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതങ്ങള് ആ ഹദീസ് ഏതെങ്കിലും ഒരു ഉസ്താദ് പരമാനം കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ പറഞ്ഞതും കേട്ടതും എല്ലാം അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് കബൂലാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഇന്നത്തെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ധാരാളം ആളുകൾ നമ്മുടെ ഈ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, നീ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും ചെയ്തു കൊടുക്കണേ റഹ്മാനേ.
എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളെയും നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. എല്ലാവർക്കും നീ നല്ല റാഹത്ത് നൽകണേ റഹ്മാനേ. എല്ലാവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. കടങ്ങളെ നീ വീട്ടി കൊടുക്കണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് നമ്മൾ അസ്മാഉൽ ഹുസ്നയിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് എല്ലാ നിലക്കും പൊരുത്തപ്പെടുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് കബൂലാക്കി തരട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ഇതുവരെ പറഞ്ഞത് മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ മദ്ഹുകളാണ്. അവിടുത്തെ പോരിശയാക്കപ്പെട്ട നാമത്തിന്റെ പ്രത്യേകതകളാണ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ റഹ്മാനേ. നീ ഞങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് നീ നൽകണേ അല്ലാഹ്. അതിനുള്ള വലിയൊരു കാരണമായി ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ കബൂലാക്കണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്ന പാരായണം ചെയ്ത് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ എല്ലാ ഖൈറാത്തുകൾക്കും തൗഫീഖ് നൽകണേ റഹ്മാനേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الله يا الله يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاه يا الله يا عليم يا الله يا قابل يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله